നമസ്കാരം, ഞാൻ പ്രശാന്താണ്, മാതൃജ്യോതിയിൽ നിന്നാണ്. അപ്പം മാതൃജ്യോതിയിലെ അമ്മമാർക്ക് ഈ ഓണത്തിന് ഓണസദ്യകളോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണങ്ങളോ രാത്രി ഭക്ഷണങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും, പലരും കാണുന്നതാണ്, നമുക്കതിനകത്ത് കള്ളം പറയാൻ കഴിയില്ല. അപ്പം പൂരാട ഉത്തരാടം ദിവസങ്ങളിലാണ് നമുക്ക് അന്നദാനം ആയിരിക്കുന്നത്. മറ്റ് 2 ദിവസത്തേക്ക് ഒരു സഹോദരി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേമായിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രഭാത ഭക്ഷണമോ ഉച്ചഭക്ഷണമോ അല്ലെ ഓണസദ്യയോ രാത്രി സദ്യകളോ ഒന്നും ആയിട്ടില്ല, ഓണക്കോടികളായിട്ടില്ല. പിന്നെ അമ്മമാർക്ക് പലതരത്തിലുള്ള മറ്റാവശ്യങ്ങളുണ്ട്, ഇതൊന്നും തന്നെ ആയിട്ടില്ല. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ അമ്മമാർക്ക് വേണ്ടി സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മമാരെ, ഓണമാണ് വരുന്നല്ലേ. ഈ ഓണം വന്നിപ്പം ഈ മാസം തുടങ്ങി നിങ്ങൾക്കറിയാം നമ്മൾ എത്ര ദിവസത്തെ അന്നദാനമൊക്കെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഈ 10 തീയതിയിൽ 2 ദിവസമാണ് നമുക്ക് അന്നദാനമൊക്കെ കിട്ടിയത്. അപ്പം നമുക്ക് അന്നദാനമൊക്കെ വളരെ കുറവാണ്. അതിനൊരു കാരണം എന്തുവാന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട് 10 വർഷമായെങ്കിലും ഇപ്പം നാട്ടിലൊക്കെ വെള്ളപ്പൊക്കമാണ് ഒരു കാര്യം. പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നാട്ടിൽ ഒത്തിരിയും ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട് അല്ലേ. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ പരിസരത്ത് ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ 6-7 സ്ഥാപനം നമ്മുടെ പരിസരത്ത് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഉണ്ട്. അപ്പോൾ ആൾക്കാരെല്ലായിടത്തും പോകത്തില്ലേ. അപ്പം ചിലയിടത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് വലിയ വലിയ ആൾക്കാരാണ് ഇല്ലേ. ചിലത് ചർച്ചിൻ്റെയൊക്കെ ഭാഗമായിട്ട് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ ആരും കുറ്റം പറയുന്നതല്ല. അപ്പോൾ അവരവരുടെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന വലിയ വലിയ ആൾക്കാർ വരും. അപ്പോൾ അവിടെ അന്നേരം അതുപോലുള്ള കാര്യങ്ങളും വികസനങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ട് നടക്കുകയും ചെയ്യും. നമുക്കങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്കിതിനകത്ത് വലിയ അംഗങ്ങളൊന്നും കമ്മിറ്റി മെമ്പർമാരായിട്ടില്ല. നമ്മളെല്ലാം സാധാരണക്കാരാണ്. അമ്മമാരും സാധാരണക്കാരാണ്, നടത്തിപ്പുകാരനും സാധാരണക്കാരനാണ്. അപ്പം നമുക്ക് വലിയ സാമ്പത്തിക ഭദ്രതയില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം ഇല്ലേ. അപ്പം നമുക്കിനി ഓണമാണ് വരുന്നത്. നമുക്ക് ഇതുവരെ ഓണസദ്യകളൊന്നും നമുക്കായിട്ടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ ഞാൻ ആരോടും കൂടുതൽ ചോദിച്ചതുമില്ല. കാര്യം നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കവും ഫ്ലഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ആരോടും ഞാൻ ചോദിച്ചില്ല. അപ്പം നമുക്ക് ഓണസദ്യയൊക്കെ വേണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓണത്തിന് നടത്തണം എന്നൊരാഗ്രഹമാണ്. 49 അമ്മമാരാണ് നമുക്കുള്ളത്. 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ അമ്മമാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അപ്പം അമ്മമാർക്ക് വേണ്ട ആവശ്യങ്ങൾ മക്കളായ നിങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത്.